പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം തന്നെ നിർണ്ണയിക്കും. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും എല്ലാവരും വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ അതിന് 34 വരെയുള്ള വചനം, ദൈവ പരിപാലനയിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ ഇരുന്നുകൊണ്ട് ദൈവം പരിപാലിക്കുന്നതിൽ ആശ്രയിക്കുക എന്ന വചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിക്കുന്നവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും, അവർ വീണാൽ എഴുന്നേക്കുമെന്നാണ് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വചനം 25 മുതൽ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന ജീവനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമാണല്ലോ. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ? എന്നിട്ട് കർത്താവ് വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ ദിവ്യമഹത്വത്തിൽ സർവമഹത്വത്തിലും ഈ വയലിലെ കളച്ചിരിയെ ദൈവം അണിയിച്ചൊരുക്കുന്നതിൻ്റെ ഒപ്പമായിട്ടില്ല. സോളമന് പോലും അങ്ങനെ ആകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് കർത്താവ് നമ്മളെ ഓർപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാം ആവശ്യമാണ്, നമുക്കെല്ലാം വേണമെന്ന് നമ്മുടെ സ്വർഗ്ഗസ്ഥനായ പിതാവിന് അറിയാം എന്ന് കർത്താവ് വചനം പഠിപ്പിക്കുന്നു. എന്നിട്ട് കർത്താവ് പറയും, നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്ക്, ഞാൻ തീറ്റിപ്പോറ്റുന്ന ജീവജാലങ്ങളെ നിങ്ങളൊന്ന് കണ്ടുപഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം നമ്മളെ ഓർപ്പെടുത്തുന്നത്. നമുക്ക് കാണാം, കടലിലെ മത്സ്യങ്ങൾ അതൊന്നുപോലും മെലിഞ്ഞിരിക്കുന്നില്ല, അത് ഒന്നുപോലും അങ്ങ് നശിച്ചു പോകുന്നില്ല. ആകാശത്തിലെ പക്ഷികൾ മെലിഞ്ഞിരിക്കുന്നില്ല. കരയിലുള്ള അനേക ജീവജാലങ്ങൾ, വൈൽഡ് ആനിമൽസ് ഒന്നും തന്നെ അത് മെലിഞ്ഞിരിക്കുന്ന കാണുന്നില്ല. അതൊക്കെ നല്ല തിന്നു കൊഴുത്തിരിക്കുന്നു, നന്നായിട്ട് വളരുന്നു. മഞ്ഞു പ്രദേശത്തെ ജീവജാലങ്ങൾ പോലും, മരുഭൂമിയിലെ ജീവികൾ പോലും നന്നായിട്ട് മെഴുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം പരിപാലിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ഓർക്കുക, ഈ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന കർത്താവിൻ്റെ മക്കള് ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാൻ, നശിച്ചു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഇത് ഹാഗാർ എന്ന പെൺകുട്ടി തൻ്റെ കുഞ്ഞുമായിട്ട് മരുഭൂമിയുടെ മധ്യത്തിൽ കിടന്ന കുഞ്ഞിൻ്റെ മരണം കാത്തിരുന്നപ്പോൾ, വെള്ളമില്ലാതെ കുഞ്ഞിൻ്റെ മരണം കാത്തിരുന്ന സമയത്ത് മരുഭൂമിയെ പിളർന്ന ദൈവം അവിടെ നീർച്ചാൽ ഒഴുക്കി കൊടുത്തു. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസൻ ദാനിയേൽ പ്രവാചകൻ സിംഹക്കുഴിയിൽ വിശന്നു പൊരിഞ്ഞു കിടന്നപ്പോൾ അനേക മൈലുകൾ അകലെ താമസിക്കുന്ന ഹബക്കൂക്ക് പ്രവാചകനെ അദ്ദേഹം തൻ്റെ ജോലിക്കാർക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണത്തെ കൊണ്ടുവന്ന് കർത്താവ് ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ക്ഷണനേരത്തിൽ വായുവേഗത്തിൽ കൊണ്ടുവന്ന് കർത്താവിൻ്റെ ദൂതനെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇസ്രായേൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കടന്നു വന്നപ്പോൾ ആകാശത്ത് ഭക്ഷണം പൊഴിച്ചു കൊടുത്ത് കർത്താവ് കടലിന് കാടപ്പക്ഷിയെ 40 വർഷത്തോളം ഇവർക്ക് ആകാശത്തിലെ ഭക്ഷണവും സ്വർഗത്തിൻ്റെ ഭക്ഷണവും കടലിലെ കാടപ്പക്ഷിയും കൊടുത്ത് തീറ്റിപ്പോറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവാണ് അവർക്ക് പാറ പിളർന്ന് വെള്ളം കൊടുത്തത്. ഈ കർത്താവാണ് ചെങ്കടൽ പിളർന്ന് അവരെ നയിച്ചത്. നമ്മുടെ ഏലിയ എന്ന കർത്താവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ ഇത് വിശന്ന് ഇരിക്കും, കെറുത്ത് തോടിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ കർത്താവ് ആ ഏലിയ പ്രവാചകന് കാക്കയുടെ വായിൽ അപ്പം കൊണ്ട് കൊടുക്കുന്നു. വിധവയുടെ കലത്തിലെ മാവ് തീർന്നു പോകുന്നില്ല, ആ എണ്ണ വറ്റി പോകുന്നില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ കർത്താവ്, ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഓർക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്, നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്. ഈ ക്ലേശങ്ങളും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോൾ അകലപ്പെട്ട് ആത്മഹത്യയിലേക്കും നിരാശയിലേക്കും തകർച്ചയിലേക്കും പോകരുതേ. ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ബ്ലൈൻഡായിട്ട് ദൈവത്തെ വിശ്വസിക്കുക, പൂർണ്ണമായിട്ട് ദൈവത്തെ വിശ്വസിക്കുക. കാര്യം കാണാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാനല്ല. കർത്താവ് പറഞ്ഞു, നീ ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു പത്രോസേ എന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. എന്നെക്കാൾ അധികമായി മറ്റെന്തിനും സ്നേഹിക്കാൻ യോഗ്യനല്ല എന്ന് പഠിപ്പിക്കുന്ന കർത്താവ് ഇത് നമ്മളെ ഓർപ്പെടുത്താൻ. കുഞ്ഞ്, ഞാനാണ് നിന്റെ അപ്പൻ എബ്രാഹിം, ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും, ഞാൻ നിന്നെ എങ്ങനെ മറന്നു കളയുമെന്ന് ചോദിക്കും കർത്താവ്. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ തൻ്റെ കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കും, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ എത്ര പ്രതിസന്ധിയിലും വേദന നൊമ്പരത്തിലാണെങ്കിലും, നീ തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണെങ്കിലും, നിന്റെ കാര്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിയാട്ടെ. ഈ ദൈവം നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും. നീ ഇരിക്കുന്ന മുറിയിൽ, നീ സഞ്ചരിക്കുന്ന സ്ഥലത്ത്, നിന്റെ സമീപത്ത് ഈ അദൃശ്യനായ ദൈവം നിനക്ക് വ്യക്തമായിട്ട് അനുഭവിക്കാവുന്ന വിധത്തിൽ ഇറങ്ങി വരും. ആ ദൈവം നിന്നെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. ഈ ദൈവം എന്നത് ഒരു ഭോഷത്വമല്ല, ഒരു കെട്ടുകഥയല്ല. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവായ യേശു ക്രിസ്തു ഒരു കെട്ടുകഥയാണെങ്കിൽ 2000 വർഷമായിട്ടും ഈ സഭ ഇങ്ങനെ പോകില്ല. കർത്താവിന് വേണ്ടി അനേകം മക്കളെ രക്തസാക്ഷികളാകില്ല. അനേകം മരുഭൂമിയിലും ഗുഹകളിലും വനങ്ങളിലും ആശ്രമങ്ങളിലും പോയിരുന്ന് ഈ മഹാദൈവത്തെ അന്വേഷിക്കാൻ വേണ്ടി പോകില്ല. കാരണം ഈ കർത്താവ്
കൃത്യമായിട്ടും ജീവിക്കുന്ന ദൈവം. മഹാജ്ഞാനിയായ പൗലോസ് ഒരിക്കലും ഈ ദൈവം ഒരു കഥയായിരുന്നെങ്കിൽ, ഈ കർത്താവ് യേശുക്രിസ്തു ഒരു കെട്ടുകഥയായിരുന്നെങ്കിൽ ആ പുറകെ പോയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കുന്നവർക്ക് അറിയാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 6:33 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം സർവ്വതും കൂട്ടി യോജിക്കപ്പെടും. ഈ വചനം ഹൃദയത്തിൽ തങ്കലിപികൾ എഴുതിയിട്ടാട്ടെ. മത്തായി 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടൊപ്പം സർവ്വതും കൂട്ടി യോജിപ്പിക്കപ്പെടും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.